അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅലാ അസ്ഹാബിഹി വഅലാ അസാത്തിദത്തിനാ വഅലാ മശായിഖിനാ വഅലാ വാലിദീന. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഡിജിറ്റലൈസ് ചെയ്ത പുണ്യകർമ്മങ്ങളാണ് നാം പറഞ്ഞു വരുന്നത്. മഹാനായ സയ്യിദുന അൽ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു, അതുപോലെ ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഒരുപാട് മഹാന്മാർ ഉദ്ധരിച്ച ഹദീസാണ്. ഒരു വല്ലാത്ത ഡിജിറ്റൽ ഹദീസ്. എന്താ? ഉംറത്തുൻ ഫി റമളാന തഅദിലു ഹജ്ജ ഔ തഅദിലു ഹജ്ജത്തൻ മഈ. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങള് അവിടുത്തെ ഉമ്മത്തിന് നൽകിയ വലിയ ഒരു ഓഫറാണ്. വലിയ ഒരു വല്ലാത്ത പുണ്യം കിട്ടുന്ന ഒരു അമല്. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. അഥവാ ഉംറത്തുൻ ഫി റമളാന, പരിശുദ്ധ റമളാനിൽ ഒരു ഉംറ നിർവഹിക്കുക എന്നത് തഅദിലു ഹജ്ജ, ഹജ്ജിന് സമാനമാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഹജ്ജത്തൻ മഈ, തഅദിലു ഹജ്ജത്തൻ മഈ, എൻ്റെ കൂടെ. അഥവാ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്യുന്നതിന് സമാനമാണ്. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. വെറുതെ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്ന് നോക്കൂ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ കൂടെയുള്ള ആ ഒരു ഹജ്ജിന്റെ മഹത്വം അതിങ്ങനെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന് നോക്കൂ, ഒന്ന് ഇമേജിൻ ചെയ്ത് നോക്കൂ. അഥവാ ആ നിയ്യത്തിലും, അതായത് അള്ളാഹുവെ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങളോടൊപ്പം ഹജ്ജ് ചെയ്ത പുണ്യം എനിക്ക് നീ നൽകണേ എന്ന നിയ്യത്തിലും ആത്മാർത്ഥതയോടെയും പരിശുദ്ധ റമളാനിൽ ഒരു ഉംറ ചെയ്താൽ വല്ലാത്തൊരു ആത്മീയ അനുഭൂതി ലഭിക്കുന്നത് കാണാം. അത് അനുഭവമാണ്. വല്ലാത്തൊരു സന്തോഷം മനസ്സിൽ ലഭിക്കും. നമുക്കറിയാം, നാട്ടിൽ നിന്നൊക്കെ റമളാനിൽ ഉംറക്കായി വരുന്നത് ഇക്കാലത്ത് വളരെ പ്രയാസവും വലിയ സാമ്പത്തിക ചെലവും ഒക്കെ ഉള്ളതാണ്. ഉള്ളവർക്കും ആരോഗ്യമുള്ളവർക്കൊക്കെ അത് നല്ലതാണ്, ചെയ്യണം. അതേസമയം സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ളവരൊക്കെ പരിശുദ്ധ റമളാനിൽ ഒരു ഉംറ ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് റമളാനിലെ അവസാനത്തിലേക്ക് മാറ്റിവെക്കാതെ ഒരു ആപേക്ഷികമായി തിരക്ക് കുറയുന്ന ആദ്യത്തെ 10 ചെയ്യാം. അതിനെല്ലാ പ്രവാസികളും ശ്രമം നടത്തുക. അതോടൊപ്പം മഹദി ഉമ്മുൽ മുഅ്മിനീൻ സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു തആല അൻഹയെ നന്നായി ഒന്ന് സിയാറത്ത് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ ഉമ്മല്ലേ. പരിശുദ്ധ മക്കയിലേക്ക് പോകുമ്പോഴുള്ള രണ്ടാമത്തെ വലിയൊരു നേട്ടമാണ് ഉമ്മാന്റെ അടുത്ത് പോവാൻ കഴിയുക എന്നത്. എത്രയോ പ്രവാസികളുണ്ട് ഇന്നും ആ ചാരത്ത് പോകാത്തവരും കാണാത്തവരും, അല്ലെങ്കിൽ ബസ്സിലൊക്കെ ഒന്ന് സലാം പറഞ്ഞ് തള്ളിവിടുന്നവർ. അതല്ല, മഹദിയുടെ മുന്നിൽ ചെന്ന് സിയാറത്ത് ചെയ്യാം. പരിശുദ്ധ ഹറമിൽ വെച്ച് പരിശുദ്ധമായ ഫർദ് നിസ്കാരങ്ങളും തറാവീഹ് 20 റക്അത്തും 3 റക്അത്ത് വിത്റുമൊക്കെ ആത്മാർത്ഥമായി നിസ്കരിക്കുക. കോട്ടുവായിട്ടും ഉന്മേഷമില്ലാതെയുമല്ല, അതിനൊക്കെ പറ്റുന്ന രൂപത്തിൽ പ്ലാൻ ചെയ്തു പോവുക. ഒരു ധൃതി പിടിച്ച പോക്കല്ല. ആ പരിശുദ്ധ ഹറമിലും മസ്ജിദുൽ ഹറാമിൽ വെച്ചുമൊക്കെ വിശുദ്ധ ഖുർആൻ ഓതാനും ശ്രമിക്കുക. സഅയിലൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ടാകും. മുസ്ഹഫ് കയ്യിൽ പിടിച്ചാൽ ഒരുപാട് ജുസ് സഅയിൽ ഓതി തീർക്കാൻ കഴിയും. കഴിയുന്ന ദാനധർമ്മങ്ങളും ഹറമിൽ ചെയ്യുക. പരിശുദ്ധ ഹറം പരിധിയിൽപ്പെട്ട സ്ഥലങ്ങളിൽ എല്ലാ നല്ല കർമ്മങ്ങൾക്കും 1,00,000 പുണ്യം കിട്ടും. എല്ലാ കാര്യങ്ങൾക്കും. ഹറം പറഞ്ഞാൽ നമുക്കറിയാലോ, ജിദ്ദയിൽ നിന്നൊക്കെ പോകുന്ന സമയത്ത് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അല്പം ഒരു 2 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ ഹറമിന്റെ ബോർഡ് കാണാം. ഹറം തുടങ്ങുന്ന ആ ബോർഡ് തുടങ്ങിയാൽ പിന്നെ 20 അതിലധികമോ കിലോമീറ്റർ ഓടിയാലാണ് മക്കത്തെത്തുക. അത്രയും വിശാലമാണ് ഹറം. അങ്ങനെ എല്ലാ ഭാഗത്തേക്കുമുണ്ട്.
കിലോമീറ്റർ ദൂരമുണ്ട്. ഏറ്റവും കുറഞ്ഞത് തൻഈമിന്റെ ഭാഗത്തേക്കാണെന്ന് മാത്രം. ഇത്രയും വിസ്തീർണമുള്ള പരിശുദ്ധ ഹറം പരിധിയിൽപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ എന്ത് പുണ്യകർമ്മങ്ങൾ ചെയ്താലും ഒന്നിനൊരു ലക്ഷം കിട്ടും. നിസ്കരിച്ചാലും കിട്ടും, സദക്ക കൊടുത്താലും കിട്ടും, ഖുർആൻ ഓതിയാലും കിട്ടും, സ്വലാത്ത് ചൊല്ലിയാലും ഒക്കെ കിട്ടും. അപ്പൊ ഹറമിന്റെ പരിധിയിലേക്ക് കടന്നാൽ നമ്മുടെ ആ ഭാവങ്ങളും ഒക്കെ ഒന്ന് മാറണം, ഒരാദരവ് മനസ്സിലേക്ക് വരണം. പിന്നീട് ദിക്റിലും തൽബിയത്തിലും സ്വലാത്തിലുമൊക്കെയായി കഴിച്ചു കൂട്ടണം. എന്നാൽ പരിശുദ്ധ മസ്ജിദുൽ ഹറാമിലോ, പരിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ വെച്ചുള്ള നിസ്കാരത്തിന് 1 ലക്ഷമല്ല, അത് കോടിക്കണക്കിന് കിട്ടും. അത് വലിയ പുണ്യം ലഭിക്കും. അത് മസ്ജിദുൽ ഹറാമിന്റെ പ്രത്യേകതയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തന്നെ ഉണ്ട്, എൻ്റെ പള്ളിയിൽ നിസ്കരിച്ച 1000 കൂലിയല്ലേ കിട്ടുക, അങ്ങനത്തെ എൻ്റെ പള്ളിയിൽ 1 ലക്ഷം നിസ്കരിച്ച കൂലി എവിടെ കിട്ടും? മസ്ജിദുൽ ഹറാമിൽ കിട്ടുമെന്ന് ഹദീസിൽ കാണാം. നബി തങ്ങളുടെ പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിച്ച എത്ര കിട്ടുക? 1000. അങ്ങനത്തെ എൻ്റെ പള്ളിയിൽ 1 ലക്ഷം നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലി എവിടെ കിട്ടും? ഹറമിൽ കിട്ടും. അപ്പൊ അത് വലിയ കണക്കാക്കാൻ കഴിയാത്ത കൂലിയാണ്, കോടിക്കണക്കിന് വരും. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ചത് കാണാം, പരിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ വെച്ച് ജമാഅത്തായുള്ള ഒരു ഫർദ് നിസ്കാരം തന്നെ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ വയസ്സ് മുഴുവനും ഒറ്റക്ക് നിസ്കരിക്കുന്നതിന് പകരമാകും എന്ന്. മഹാനായ സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം വഅലാ സായിരിൽ അംബിയായി അഫ്ളലുസ് സ്വലാത്തി വസ്സലാം, മഹാനവർകൾ 1000ഓളം വർഷം ജീവിച്ച മഹാനാണ്. അത്രയും വർഷം ഒറ്റക്ക് നിസ്കരിക്കുന്ന പുണ്യം വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഒരു നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ ലഭിക്കുന്നതാണ് എന്ന്. അല്ലാഹ്, എത്ര വലിയ സൗഭാഗ്യമാണത്! അപ്പൊ അത് കിട്ടണം. എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് വല്ലാതൊന്നും ജീവിക്കാൻ സാധിക്കൂല. നമ്മുടെ പ്രായമൊക്കെ എന്തായി? 50ൻ്റെയും 60ൻ്റെയും ഒക്കെ അടുത്തായി. അപ്പൊ അവിടെ ചെന്ന് ആ പരിശുദ്ധ മണ്ണിൽ വെച്ച് ഒരു ഫർദ് നിസ്കാരം, തറാവീഹ്, അതുപോലെ ഉംറ, ഇതൊക്കെ നമ്മൾ ഈ സമയത്ത് നിർവഹിച്ചു വെച്ചാൽ, ഈ പറഞ്ഞതുപോലെ ഒരൊറ്റ ഫർദ് സ്വീകരിക്കുന്ന രൂപത്തിൽ നമ്മൾ നിസ്കരിച്ചാൽ, നോക്കൂ നിങ്ങൾ, എത്ര വലിയ പുണ്യമാണ് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ജീവിതകാലം മുഴുവൻ ഫർദ് നിസ്കരിക്കാതെ ഖളാ ആക്കിയവനെ കുറിച്ചല്ല പറയുന്നത്. ഖളാ ആക്കിയതൊക്കെ ഇതുകൊണ്ട് വീടുമെന്നല്ല. ആ വലിയ പുണ്യം അവിടെ വെച്ചുള്ള നിസ്കാരത്തിനുണ്ട്. അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അപ്പം പരിശുദ്ധ റമദാനിൽ ഉംറ നിർവഹിക്കുകയും നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുക, ഇവിടെ വെച്ച് പരിശുദ്ധ ഹറമിൽ വെച്ച്. അത് ഒരു ഡിജിറ്റലൈസ് ചെയ്ത ഇബാദത്താണ്. വലിയ പുണ്യമാണ് അതിനുള്ളത്, കണക്കാക്കാൻ പറ്റാത്ത പുണ്യമെന്ന് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പരിശുദ്ധ ഹറമിലെത്താനും ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും, പ്രത്യേകിച്ച് റമദാനിൽ ഉംറ ചെയ്യാനും ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാനും ഒക്കെ തൗഫീഖ് നൽകട്ടെ. ചെയ്ത ഉംറകളും ഹജ്ജും സിയാറത്തും ഒക്കെ അല്ലാഹു കബൂലാക്കട്ടെ. പോരായ്മകളൊക്കെ അല്ലാഹു പൊരുത്തപ്പെട്ട് തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. മരണപ്പെട്ടു എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫയാക്കട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു രക്ഷ നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.